ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ NDAയിലും മഹാവികാസ് അഗാഡിയിലും സീറ്റ് വിഭജനത്തിൽ തർക്കങ്ങൾ. തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതോടെ എളുപ്പത്തിലല്ല നടക്കുന്നത്. സഖ്യകക്ഷികളെല്ലാം 100 സീറ്റിൽ കൂടുതൽ മത്സരിക്കാനാണ് താൽപര്യപ്പെടുന്നത്. ഇത് വലിയ തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് 110 സീറ്റിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. ഷിൻഡെയുടെ ഔദ്യോഗിക വസതിയായ വർഷയിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. മന്ത്രിമാർ, MP മാർ, MLA മാർ എന്നിവർ പങ്കെടുത്തിരുന്നു. പാർട്ടി നിരീക്ഷകരെ നിയമിച്ചിട്ടുണ്ട്. 100 സീറ്റിലെങ്കിലും തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചോളാനാണ് ഷിൻഡെ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം BJP 100 സീറ്റുകൾ ശിവസേനയ്ക്ക് നൽകുമോ എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളുടെ പ്രകടനം ദയനീയമായിരുന്നു. അജിത് പവാറിന്റെ NCPക്ക് വൻ തകർച്ച നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് പരിധികളുണ്ട്. എന്നാൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ നിയമസഭാ സീറ്റിലും ഓരോ നേതാക്കൾക്ക് ചുമതല നൽകാനാണ് ഷിൻഡെയുടെ തീരുമാനം. നേരത്തെ മുൻമന്ത്രി രാംദാസ് കദം ഷിൻഡെയുടെ സാന്നിധ്യത്തിൽ 100 സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത് ഷിൻഡെയുടെ അറിവോടെയാണെന്ന് അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ മഹായുതിയിൽ ഇതിനോടകം ഷിൻഡെയുടെ നീക്കങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. അജിത് പവാറിന്റെ NCP വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാതെ നിൽക്കുകയാണ്. 85 മുതൽ 100 സീറ്റുകൾ വരെ അജിത് പവാറിന്റെ പാർട്ടിക്ക് മത്സരിക്കാനായി ആവശ്യപ്പെടുന്നു. മുതിർന്ന ക്യാബിനറ്റ് അംഗമായ ധർമ്മറാവു മാത്രം ആവശ്യപ്പെടുന്നത് അജിത് പവാറിന്റെ പാർട്ടിക്ക് 100 സീറ്റ് ലഭിക്കണമെന്നാണ്. 100 സീറ്റുകളിൽ പ്രവർത്തനം ആരംഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഛഗൻ ഭുജ്ബൽ സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത് വലിയ പ്രശ്നങ്ങൾ സഖ്യത്തിലുണ്ടാക്കിയിരുന്നു. ഷിൻഡെയും അജിത്തും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ നിൽക്കുകയാണ്. അതേസമയം കൂടുതൽ സീറ്റിൽ മത്സരിക്കാനുള്ള ആഗ്രഹം BJP മറക്കേണ്ടി വരും. പക്ഷേ അതിന് BJP തയ്യാറായേക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളെക്കുറിച്ച് ഓരോ വീടുകളിലും വിവരങ്ങൾ എത്തിക്കണമെന്ന് ഷിൻഡെ പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയിലേക്ക് പുതിയ അംഗങ്ങൾ കൊണ്ടുവരാനും തിരഞ്ഞെടുപ്പിന് മുമ്പായി ഷിൻഡെ ആവശ്യപ്പെട്ടു. മഹായുതിയിലെ ഒരു നേതാവുമായും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലെന്ന് പാർട്ടി നേതാക്കൾ ഉറപ്പാക്കണമെന്ന് ഷിൻഡെ പറഞ്ഞു. സഖ്യകക്ഷികളായതുകൊണ്ട് ചില സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ചില സീറ്റുകളിൽ മറ്റ് സ്ഥാനാർത്ഥികൾ വരാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സിറ്റിംഗ് MLA മാർക്ക് കൂടുതൽ പരിഗണന സ്ഥാനാർത്ഥിത്വത്തിൽ നൽകും. MVAയിൽ ശരത് പവാറിന്റെ NCPയും ഉദ്ധവിന്റെ ശിവസേനയും 100-ലധികം സീറ്റുകൾ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം അജിത് വിഭാഗത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. പല പ്രമുഖരും NCP വിടുന്നുണ്ട്. ആകെ ഒരു സീറ്റിൽ മാത്രമാണ് പാർട്ടി വിജയിച്ചത്. അതേസമയം രാജിവെച്ച 4 പേരും ശരത് പവാറിന്റെ NCP വിഭാഗത്തിൽ ചേരുമെന്നാണ് അഭ്യൂഹങ്ങൾ. NCPയുടെ പിംപ്രി ചിഞ്ചുവാജ് അധ്യക്ഷനായ അജിത് ഗഹ്വാനെയാണ് പാർട്ടി വിട്ടവരിൽ പ്രമുഖൻ. അജിത് പവാറിനാണ് ഇവർ രാജി സമർപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലത്തോടെ യഥാർത്ഥ NCP ആരാണെന്ന സംശയത്തിനും ഉത്തരം ലഭിച്ചിരുന്നു. തന്റെ പാർട്ടിയെ ദുർബലമാക്കാൻ ശ്രമിച്ചവരെ തിരിച്ചെടുക്കില്ലെന്ന് ശരത് പവാർ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാത്തവരെ തിരിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. NCPയിൽ പിളർപ്പുണ്ടാവുകയും പിന്നീട് ശരത് പവാറിനെതിരെ അടക്കം മോശമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തവരെ ലക്ഷ്യമിട്ടാണ് പവാർ പരാമർശം നടത്തിയതെന്നാണ് സൂചന.